Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ, പോളിനോമിയൽസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്കിപ്പ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ച ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ചെയ്യുന്ന അതേ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതൊരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഇതൊരു ബോണസ് ചാപ്റ്റർ ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ടഫാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുക. മക്കളെ, ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന 2 മാർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഈ കാണുന്ന രീതിയിലാണ്. x²-4 ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ആ കാണുന്നതിനെ നമ്മൾ ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് a² - b² എന്ന്. നമുക്കറിയാം a² - b² ആണെങ്കിൽ അതിന്റെ ഉത്തരം a+b × a-b ആണ്. അപ്പൊ x² - 4 ആണെങ്കിൽ 4 നമുക്ക് 2² എന്ന് എഴുതാം. അങ്ങനെയാണ് x+2 × x-2 എന്ന് വന്നത്. സോ ഇത്ര എഴുതിയാൽ ഇതിന്റെ 2 മാർക്കാണ്. ഇത്രയും സിമ്പിൾ ആണ് ഈ മോഡലിലെ ചോദ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. x² - 1/4. നമുക്കറിയാം x² - 1/4 ഇപ്പൊ ഇതേപോലെ എങ്ങനെ എഴുതാം? നമുക്കറിയാം √1 എന്ന് പറഞ്ഞാൽ 1 √4 എന്ന് പറഞ്ഞാൽ 2. സോ 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് നമ്മളിവിടെ ചെയ്തത് √4 = 2, അങ്ങനെയാണ് 2² ചെയ്തത്. ഇപ്പൊ √1/4 പറഞ്ഞാൽ √1/4 ദാറ്റ് ഈസ് 1/2 ഹോൾ സ്ക്വയർ ആണ്. സോ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ ഇതിന് ആൻസർ ചെയ്താൽ x+1/2 × x-1/2 ആണ്. സോ ഈ രീതിയിൽ x² - 9/16 ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അത്രയും ടഫ് ഉണ്ട് തോന്നുന്ന ചോദ്യമാണ്, പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കമന്റ് ആയിട്ട് ഉത്തരം മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും. മക്കളെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്നത്. നിങ്ങൾ ആൻസർ കണ്ടുപോയിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്നത്. ഒരു കെ വെച്ചിട്ടുള്ള ഒരു പോളിനോമിയൽ തന്നിട്ട് നിങ്ങളോട് ഒരു കെന്റെ വാല്യൂ കാണാൻ പറയും. കെന്റെ വാല്യൂ കാണാൻ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ഇതിന്റെ ഒരു ഘടകമാണ് അഥവാ ഫാക്ടർ ആണ് x-1 എന്ന് തന്നാൽ, മക്കളെ, ഏതൊരു പോളിനോമിയലിന്റെയും ഒരു ഫാക്ടർ അഥവാ ഘടകം തന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും, പരിഹാരം. അതായത് ഇവിടെ x-1 ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് p(1) = 0 ആയിരിക്കും ഫാക്ടർ ആണെങ്കിൽ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ കാണുന്ന പോളിനോമിന്റെ p(1) കണ്ടുപിടിക്കാം. x³ സ്ഥാനത്ത് 1³ -4 × x² സ്ഥാനത്ത് 1² + 1 - k = 0 എന്ന് കൊടുക്കാം. അപ്പൊ 0 കൊടുക്കുമ്പോൾ നമുക്ക് kന്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എത്ര ഉണ്ട്? 5 × 1³ പറഞ്ഞാൽ 5 -4 + 1 - k = 0. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? 5 - 4 + 1 - k. 5 - 4 + 1 - k. അപ്പോൾ 5 + 1 6 6 - 4 - k = 0. -k അങ്ങോട്ട് കൊണ്ടാൽ +k ആവും. അതായത് 6 - 4 പറഞ്ഞാൽ 2 ആണ്. 2 = -k അങ്ങോട്ട് പോകുമ്പോൾ +k. സോ kന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് സിംപ്ലി 2 ആണ്. ഇത്ര ഫുൾ മാർക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും അടുത്തൊരു ക്വസ്റ്റ്യനും പഠിച്ചാൽ ഈ ചാപ്റ്റർ മുഴുവൻ കഴിഞ്ഞടാ. അത്ര ഈ ചാപ്റ്റർ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പോകേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ രീതിയിലെ ചോദ്യം വരുള്ളൂ, ഗ്യാരണ്ടി. സോ നോക്കാം. p(x) = x² - 5x + 6 ആണ്. ഒന്നാമത്തെ ചോദ്യം p(2) എത്ര? p(2) എത്ര? എക്സിന്റെ സ്ഥാനത്ത് നേരെ 2 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 2² - 5 × 2 + 6. 2² പറഞ്ഞാൽ 4 ആണ്. 4 - 10 + 6. പല ആളുകളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിലേക്ക് സിമ്പിൾ ട്രിക്ക് പറഞ്ഞാൽ +4 + 6 ദാറ്റ് ഈസ് = 10 ആണ്. സോ 10 - 10 = 0. ഇപ്പൊ p(2) = 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തിരിച്ച് ചെയ്യാം. p(2) = 0 ആണെങ്കിൽ ആ 2ന്റെ ഓപ്പോസിറ്റ് -2. x-2 എന്തായിരിക്കും? ഇതിന്റെ ഒരു ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. p(2) = 0 ആണെങ്കിൽ എന്താണ്? x-2 ഒരു ഫാക്ടർ ആണ് അഥവാ ഘടകമാണ്. അതാണ് രണ്ടാമത്തെ ചോദ്യം. റൈറ്റ്, p(x) ആസ് ദി പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. 2 ഒന്നാകൃതി ബഹുപദത്തിന്റെ ഘടകമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കാം മക്കളെ. ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും ആദ്യം നോക്കേണ്ടത് x² സ്ഥാനത്ത് 1 ആണോ നോക്കുക. അങ്ങനെ 1 ആണെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇപ്പം x² - 5x + 6 ആണ്. 2 നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ എക്സിന്റെ കൂടെയുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് -5ന്റെ ഓപ്പോസിറ്റ് എത്ര? +5. അതേ 2 നമ്പർ തമ്മിൽ ഗുണിച്ചാൽ ഈ ലാസ്റ്റത്തെ നമ്പർ എത്രയാണോ അത്, അവിടെ സൈന് മാറ്റരുത്. ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യും, പക്ഷെ അത് തെറ്റൊന്നുമല്ല. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ശരിയാവുന്ന ഉത്തരം ഏതായിരിക്കും? 6 ഗുണിച്ചാൽ കിട്ടുന്ന നമ്പർ 2ഉം 3ഉം ആണ്. സോ ഈ 2ഉം 3ഉമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. 2 3 കൂട്ടിയാൽ 5 ആണ്. അപ്പൊ നമുക്ക് 2 3 ആണ് മനസ്സിലായി. ഈ കാണുന്നതാണ് സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുന്നത്. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യും? a+b = -5 അങ്ങനെ തന്നെ എഴുതും. ab = 6. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം -2 -3 കിട്ടും. ഓക്കെ, ഇത് രണ്ടും ശരിയാവുന്ന ഉത്തരം ഏതാണ്? -2 -3 ആണ്. പക്ഷെ ഇതെന്തല്ല, സൊല്യൂഷൻ അല്ല അഥവാ പരിഹാരമല്ല.
ഇതിന്റെ കൂടെ നമുക്ക് എന്താക്കാം എക്സ് വെച്ച് കൊടുത്താൽ അതിന്റെ ഫാക്ടർ കിട്ടും. ഓക്കെ, അപ്പം അതിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ അതിന്റെ സൊല്യൂഷൻ കിട്ടും. ഞാൻ ചെയ്ത മെത്തേഡിലാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ, ഈ രീതിയിലാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന സൊല്യൂഷനാണ്, പരിഹാരമാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, അതിന്റെ ഫാക്ടർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതി കൊടുത്താൽ മതി. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫൈനൽ ആൻസർ എന്തായിരിക്കും, രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷനുള്ള ആളുകൾ ഏതോ ഒന്ന് പഠിക്കുക, ഇത് മാത്രം പഠിക്കുക അല്ലെ ഇത് മാത്രം പഠിക്കുക, ഏതെങ്കിലും ഒന്ന് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇതിന്റെ സൊല്യൂഷൻ പരിഹാരം എന്തെന്നാണ് ചോദിച്ചത്. സോ സൊല്യൂഷൻ എത്രയാണ്, 2,3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് അല്ലെ 4 മാർക്കാണ്. ഇത്രയും സിമ്പിൾ ആണ്. ഈ ചാപ്റ്ററിൽ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് ഈ കാണുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യം, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾ പഠിക്കാതെ പോകരുത്. മിക്കവാറും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് 4 മാർക്കിന് വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. ഈ ചാപ്റ്ററിന് മാക്സിമം 6 മാർക്കിനും ചിലപ്പോൾ 4 മാർക്കിനാണ് ഉണ്ടാവുക. 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടെങ്കിൽ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ P(2) കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ P(2) കാണാം. 2² - 11 × 2 + 21. അപ്പോൾ എന്ത് കിട്ടുന്നു, 4 - 22 + 21. അപ്പോൾ 25 - 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. സദാ പോലെ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ എന്ത് കിട്ടുന്നു, ഈ കാണുന്ന ഉത്തരം കിട്ടുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക, P(x - P(2) എന്താണ്? P(x - P(2) P(x - P(2) എന്താണ് ആൻസർ? P(x) എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, x² - 11x + 21. P(2) എന്ന് പറഞ്ഞാൽ എത്രയാണ്? P(2) എന്ന് പറഞ്ഞാൽ 3 ആണ്. അതങ്ങ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, x² - 11x + 18 കിട്ടുന്നു. അടുത്ത ചോദ്യം നോക്കിയാൽ മക്കളെ, നമ്മളിപ്പോൾ ചെയ്ത അതേ പരിപാടി. P(x - P(2)നെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി, അഥവാ ഗുണകരമാക്കി എഴുതാൻ പറഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ a + b = ഇവിടെ 1 ആണോ നോക്കണേ, എന്നാലേ പറ്റുള്ളൂ. ഇവിടെ 1 അല്ല, ഇവിടെ 2 ഒക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, -b + or - (b² - 4ac/2) വെച്ച് ചെയ്യണം കേട്ടോ. a + b = 11 ആണ്, ab = എത്രയാണ്, 18 ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെയ്താൽ ഈ നമ്പർ അങ്ങനെ തന്നെ ഇവിടെ ചെയ്താൽ രണ്ടും കൂടി ശരിയാവുന്ന നമ്പർ ഏതൊക്കെയാണ്, 2ഉം 9ഉം. സോ ഇതാണ് സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഘടകം എഴുതാൻ നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. ഇവർ ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് ഈ 4 ചോദ്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചാപ്റ്ററിന് ഫുൾ മാർക്ക് കിട്ടും. അത് ഉറപ്പാണ് കേട്ടോ. ഓക്കെ, ഇതേ രീതിയിൽ ഈ കാണുന്ന ചോദ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, P(2) കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ നിങ്ങൾക്കൊരു ബഹുപദം കിട്ടും. എന്നിട്ട് P(x - P(2) ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ x² സ്ഥാനത്ത് 3 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്യരുത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, x = -b. രണ്ടാം ഡിഗ്രി സമവാക്യങ്ങൾ പഠിച്ചില്ലേ, യെസ്, സെക്കൻഡ് ഡിഗ്രിയിൽ ആ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഉത്തരമായിരിക്കും അതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ നമ്മൾ എന്താക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം ഇങ്ങനെയാണ്, ചെക്ക് വെദർ x - 3 is a factor of this polynomial x² - 3x + 4. ഇതിന്റെ ഒരു ഘടകമാണോ x - 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, x - 3 ഫാക്ടർ ആണെങ്കിൽ P(3) എന്തായിരിക്കും, 0 ആയിരിക്കും. -3ന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, =0 കൊടുക്കുക. അപ്പൊ P(3) ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, P(3) ചെയ്യുമ്പോൾ 3² 9 - 3 × 3 9 + 4. അപ്പൊ P(3) ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 4 ആണ് കിട്ടുന്നത്. =0 കിട്ടുകയാണെങ്കിൽ യെസ് ഇറ്റ് ഈസ് ഫാക്ടർ അഥവാ ഘടകം. =4 ആണ് കിട്ടിയെങ്കിൽ അത് ഫാക്ടർ അല്ല. അടുത്തൊരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനോട് ഈ P(x)നോട് ഏത് സംഖ്യ കൂട്ടിയാൽ എന്ന് ചോദിച്ചാൽ, ഈ 4നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് 0 ആവുക? 4നോട് ഏത് കൂട്ടണം, 4നോട് -4 കൂട്ടണം അല്ലെ. 4നോട് ഏത് കൂട്ടണം, -4. അപ്പോൾ ഏത് സംഖ്യ കൂട്ടിയാൽ എന്ന് ചോദിച്ചാൽ ഇവിടെ കിട്ടിയതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഏത് സംഖ്യ കുറച്ചാൽ എന്ന് ചോദിച്ചാൽ, അപ്പൊ 4ൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലാ, 4. അപ്പൊ ഏത് സംഖ്യ കുറച്ചാൽ എന്ന് ചോദിച്ചാൽ ഈ നമ്പർ എഴുതി വെക്കുക കേട്ടോ. ഏത് സംഖ്യ കൂട്ടിയാലാണ് ഘടകമാവുക, -4 കൂട്ടിയാൽ ഘടകമാവും. ഏത് സംഖ്യ കുറച്ചാലാണ്, 4 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചാൽ 0 കിട്ടും. 4 എന്ന് പറഞ്ഞ നമ്പർ കുറച്ചാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ആദ്യം പറഞ്ഞ x² - 9/6 ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസലേണി. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ലൈവ് മറക്കണ്ട, 7 മണി കൃത്യം 7 മണിക്ക് നമ്മൾ നാളെ തുടങ്ങുന്നതാണ്. എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ അടുത്ത വർഷമൊക്കെ കാണുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുക. ബൈ.